ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ റമദാനിലെ ഇന്നത്തെ ഡെയിലി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്നൊന്നുമില്ല, ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അടയാണ് കേട്ടോ, ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഫ് എടുക്കുക, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഒക്കെ ഇട്ടൊന്ന് വേവിപ്പിക്കുക. അത് മസാല നിറക്കുന്ന അടയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് ഉണ്ടാക്കുകയാണ്. അതിന് ഇവിടെ എടുത്തിട്ടുള്ള പൊടി മൂടേരി പൊടിയാണ്. അപ്പോൾ കുറച്ച് പൊടി എടുക്കുക, നല്ല തിളക്കുന്ന വെള്ളം വെച്ചാൽ അധികം തിളക്കണ്ട, ഒരു തിള വരാനായ വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ അതിലേക്ക് ഉള്ളി അതായത് ഈ മസാല ആക്കാൻ വേണ്ടിയിട്ടുള്ള ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മസാല തയ്യാറാക്കൊണ്ട് ഉള്ളി ഇടുക. അപ്പോൾ അത് ഒന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് ക്രഷ് ചെയ്ത ബീഫ് ഇട്ടെടുക്കുക. പിന്നെ അതിലിടുന്ന പൊടി എന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചി മസാലപ്പൊടി ഇടുന്നുണ്ട്, അതിൽ കാണിക്കാൻ വേണ്ടി സ്കിപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഇടുക. പിന്നെ അതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ മിക്സിയിൽ നിന്നിട്ട് പൊടിച്ചെടുത്തിട്ട് അതും ഇടുക കേട്ടോ. പിന്നെ നമ്മൾ ഓരോന്നോരോന്നേ പരത്തി വെക്കലായി അട. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. അങ്ങനെ കുഞ്ഞടയാക്കിയിട്ട് പിന്നെ നമ്മൾ പരത്തിയെടുക്കണം. ആദ്യം ഇതേപോലെ റൗണ്ട് പരത്തിയതിന് ശേഷം കുറച്ച് മസാല എടുത്തിട്ട് അതിൽ വെക്കുക. എന്നിട്ട് നമ്മൾ സാധാ അട പോലെയില്ലേ അതുപോലെ ഇങ്ങനെ പരത്തി എടുക്കുക. ഇതാണ് അതിൻ്റെ ഷേപ്പ്. നമുക്ക് വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് ആക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ്, കുറച്ച് റിസ്ക്കാണ്, പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരു സംഭവം ഒരു വെറൈറ്റി ആയിരിക്കും. നോമ്പിനൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയാൽ നമ്മളെ പത്തിരിക്കൊക്കെ പകരം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. പിന്നെ കുറച്ചൊരു റിസ്ക്കാണെന്ന് വെച്ചാൽ അതേ ഉള്ളൂ. ഇതേപോലെ എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് ആവിച്ചെമ്പിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവിച്ചെമ്പ് ഇങ്ങനെ വെള്ളം ചൂടായിരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി അടയൊക്കെ അതിൻ്റെ അകത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് തൂമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, അതിലേക്ക് ചെറിയുള്ളിയും ജീരകവും ഇട്ടിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നല്ലോണം ഫൈനായിട്ട് നരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് തൂമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് ഈ അരച്ചെടുത്ത് മിക്സ് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച അടയിട്ടിട്ട് നല്ലോണം മിക്സാക്കി ഇളക്കി കൊടുക്കുക. അപ്പോൾ 2 രീതിയിൽ തൂമിക്കുന്നവരുണ്ട്. കറി അതായത് ഇറച്ചിക്കറി തേങ്ങ അരച്ചിട്ട് പാരുന്നവരുണ്ട്, ഇങ്ങനെ ആക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇതേപോലെയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ജ്യൂസൊക്കെ അടിക്കാൻ വിചാരിച്ചു. ഇന്ന് പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കാൻ കേട്ടോ. പിന്നെ അതിനുശേഷം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ നോമ്പ് തുറ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ നോമ്പും കാര്യങ്ങളൊക്കെ പോകുന്നത്, റാഹത്തായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് കുഞ്ഞൊരു റമദാൻ വ്ളോഗാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.